ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ വലിയ തീക്ഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്ത ജീവിച്ച വലിയ മനുഷ്യർ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം തന്നെ മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം കൊടുത്ത ഒരു വ്യക്തിയെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവാണ്. പഴയ നിയമത്തിൽ മോശയ്ക്കും അഹറോനും ശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതാ ഈ വ്യക്തിക്കാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിൽ പ്രഭാഷകന്റെ പുസ്തകം എടുക്കണം, 45-ാമത്തെ അധ്യായത്തിൽ അതിന് 23 മുതലുള്ള വാക്യങ്ങളാണ്. തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച ഒരു വലിയൊരു മനുഷ്യൻ നമ്മൾ കാണുക. ഫിനെഹാസ് എന്നാണ് പേര്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വായനയുണ്ട്, അത് നിങ്ങൾ പിന്നീട് ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. പ്രഭാഷകൻ 45 എടുക്കാം, അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. എലിയാസറിന്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. തൊട്ട് മുമ്പിൽ നമ്മൾ മോശയെക്കുറിച്ചും അഹ്റോനെക്കുറിച്ചും ഒക്കെ കാണും. ദൈവത്തിന്റെ മുമ്പിൽ അത്ര ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത രണ്ടുപേരാണ്. തീക്ഷ്ണതയോടുകൂടി ജീവിച്ച ഈ മൂന്നാമത്തെ വ്യക്തി ഫിനെഹാസിനെ കുറിച്ച് പറയുന്ന 2 വചനങ്ങൾ മാത്രം ഒന്ന് സ്പെഷ്യലായിട്ട് വായിച്ചാൽ മതി. ചുമ്മാ വായിച്ചാൽ പോരാ. ഇതേ തീക്ഷ്ണത എനിക്കും എൻ്റെ കൂട്ടായ്മയ്ക്കും എൻ്റെ സഭയ്ക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എനിക്ക് തരണേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനം വായിക്കാൻ. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. അവൻ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. എപ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, എല്ലാവരും വിശുദ്ധിയിൽ നിന്നപ്പോഴൊന്നും അല്ല, ജനം മുഴുവൻ വഴിതെറ്റിപ്പോയപ്പോഴും അവൻ തീക്ഷ്ണതയിൽ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെ നമ്മുടെ ഹോസ്റ്റലിലുള്ള സകലരും വിശ്വാസത്തിനെതിരെ പോയേക്കാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സകലരും ചിലപ്പോൾ കർത്താവിനെ തള്ളി പറഞ്ഞേക്കാം. നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരൊറ്റ ആളായിരിക്കും പ്രാർത്ഥിക്കാനും ഒന്ന് വചനം മുറുകെ പിടിക്കാനുള്ളത്. ഫിനെഹാസൊക്കെ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്. ദൈവഭക്തിയിൽ അവൻ ഉറച്ചു നിന്നു. എപ്പോൾ ചുറ്റും നിൽക്കുന്ന സകലരും വിട്ടുപോയപ്പോഴും. വചനം ശ്രദ്ധിച്ച് കേട്ടെ, അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു, ജനം വഴി തെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അതിൻ്റെ തുടർച്ചയായ വചനം ഇങ്ങനെയാണ്. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഫിനെഹാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അവൻ തൻ്റെ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു. നോക്ക്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ ചിലപ്പോൾ ഭക്തിയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, വിശുദ്ധ ജീവിതത്തിൽ നിന്നൊക്കെ താഴെ പോകുന്നുണ്ടാകാം. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് വരും, ഇറിറ്റേഷൻ വരും. ഇവരെന്നെ ഇങ്ങനെ എത്രയോ വചനം കേട്ടവരാണ്, എത്രയോ ധ്യാനം കൂടിയവരാണ്, ഇവരൊക്കെ പള്ളിയിൽ പോകുന്നില്ല, എന്നിട്ട് തന്നെ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, ആരുടെ നേരെയും വിരൽ ചൂണ്ട എളുപ്പമാണ്. പക്ഷെ അവർക്ക് വേണ്ടി മുട്ടുകുത്തി നിൽക്കുക എന്നുള്ളതാണ് ദൈവമക്കളുടെ വെല്ലുവിളി. അതാണ് ദൈവമക്കളുടെ റിയൽ ചലഞ്ച്. അവിടെയാണ് ദൈവമക്കൾ ഈശോയുടെ കൃത്യം മക്കളാണോ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക. അവരാ തെറ്റ് ചെയ്തു, ഇവരാ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. അത് ആരെ കൊണ്ടും പറ്റും. നീ ഈശോയുടെ കുഞ്ഞാണെങ്കിൽ പരിഹാരം ചെയ്യാനും കൂടെ പറ്റണം, അവർക്ക് വേണ്ടി മുട്ടുകുത്തി നിൽക്കാൻ പറ്റണം. അല്ലാതെ നമ്മൾ അതിനോർത്ത് വിഷമിച്ചിട്ട്, അതിനോർത്ത് കുറ്റം പറഞ്ഞിട്ട്, അതിനോർത്ത് രണ്ടുപേരോട് ഷെയർ ചെയ്തിട്ട് ഒരു കഥയില്ല. നമ്മുടെ തന്നെ സമാധാനം പോവുള്ളൂ. നമുക്ക് വേണ്ടത് തീക്ഷ്ണതയുള്ളവരാണ്. കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മുന്നോട്ട് പടവെട്ടി പോകാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നവരും അങ്ങനെയുള്ള തീക്ഷ്ണതയുള്ളവരും വേണം. ഫിനെഹാസ് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു മാതൃകയാണ്. തൻ്റെ ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവർ പാപം ചെയ്തപ്പോഴും അവർക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഫിനെഹാസിനെ കുറിച്ച് ഒരു കുഞ്ഞു ഹോംവർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം എടുക്കണം, അതിൽ 25-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിക്കുക. അതിനകത്ത് ഫിനെഹാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക. ശുശ്രൂഷ കൂടുന്നവർക്ക്, ഈ ടോക്ക് പങ്കെടുക്കുന്നവർക്ക്, കമൻറ്റ് ബോക്സ് വായിക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒപ്പം തന്നെ ഫിനെഹാസിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനും ഒക്കെ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വചനം വായിക്കുകയും കൂടെ ചെയ്യുമല്ലോ. അപ്പോൾ ഈ സംഖ്യാപുസ്തകത്തിൽ നിന്ന് ആ വചനഭാഗം ഒന്ന് എടുത്ത് വായിക്കുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഫിനെഹാസിനെ പോലെ ഡബിൾ പവർ തീക്ഷ്ണതയിൽ കർത്താവിന് വേണ്ടി കർമ്മോന്മുഖരായി വിശുദ്ധരായിട്ട് ജനം വഴിതെറ്റുമ്പോഴും തീക്ഷ്ണതയോടെ നിയമത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ, വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. ഫിനെഹാസിൻ്റെ മാതൃക അനുസരിച്ച് തീക്ഷ്ണതയോടെ ജീവിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.